ഇന്നിനി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണോ അതോ വാട്ടർ ഹീറ്റിനിടെ ഇടണോ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞത് രാവിലെ ഇടിയപ്പം ഇരിപ്പുണ്ട്, അത് വെച്ച് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, ഇത്ര സംഭവമാണ് വേണ്ടത്. ഇനി ഒന്ന് ശ്വാസം വിടട്ടെ. ഈ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോഴാണൊന്ന് സെറ്റായത്. ഞാൻ ഈ മണത്തോണ്ടിരുന്നത് മസാലക്കൂട്ടാണ്. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എല്ലാ മസാലക്കൂട്ടിലും ഈ ജാതിക്കുരു അതിനകത്ത് കിടക്കുന്ന കാണാം. അതെന്താവശ്യത്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നിനും യൂസ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴാണ് അമ്മ എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുന്നത് ഈ ജി പേയിൽ എങ്ങനെയാണ് പൈസ അയക്കേണ്ടതെന്ന്. അപ്പോഴാണ് അമ്മ എൻ്റെ അടുക്കുമെന്ന് പറയുന്നത് ഈ ജി പേയിൽ കൂടെ പൈസ അയക്കുന്നത് എൻ്റെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന്. ആദ്യം ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഹോട്ട്സ്പോട്ട് ഓണാക്കാൻ പഠിപ്പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അമ്മയുടെ ഫോൺ എടുക്കാൻ നേരത്ത് ഒട്ടനെ അത് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ ആരായി? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞത്. പിന്നെ ചോദിക്കുന്ന ചോദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കാര്യത്തിലോട്ട് വരാം. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് നേരത്തെ എടുത്ത സവോളയും മസാലക്കൂട്ടും തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ആദ്യമൊക്കെ എനിക്കൊരു അബദ്ധം പറ്റുമായിരുന്നു. സവോളയും തക്കാളിയും കൂടെ ഒരുമിച്ചിട്ട് വഴറ്റുമായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് വഴണ്ടി വരില്ല. പിന്നെയാണ് എനിക്ക് ബോധം വന്നത് അത് സെപ്പറേറ്റ് ഇട്ടാലേ നന്നായിട്ടാവുള്ളൂ എന്ന്. ഇപ്പം ഞാൻ ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, എണ്ണ നന്നായിട്ട് മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുത്താണ്. അതിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ കറികളിലും ചേർക്കാം നമുക്ക്. പിന്നെ ഉപ്പും അതുപോലെ കുറച്ച് പച്ചമുളക്, വേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഇടിയപ്പം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഞാൻ ഇതിനകത്ത് മുളക് പൊടി, ചിക്കൻ മസാലയും നേരത്തെ എടുത്ത മസാലക്കൂട്ട് അത് പൊടിച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിയില കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ എല്ലാത്തിലും അത് ചേർക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.